കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ കൊറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് റാഞ്ചിയ ആ സംഭവത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് പാക് അധികൃതരുടെ ഭാഗത്തു നിന്ന് പുതിയ പ്രസ്താവന എത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ബന്ദികളാക്കപ്പെട്ടവരെയെല്ലാം മോചിപ്പിക്കാൻ കഴിഞ്ഞു, ഏറ്റുമുട്ടലിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ 31 പേരെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതെല്ലാം വാദങ്ങളും പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ദൃക്സാക്ഷികളുടെ മൊഴികൾ പുറത്ത് വരുന്നത്. അവർ അതിൽ പറയുന്നത് വലിയ കാഷ്വാലിറ്റി തന്നെ നടന്നിട്ടുണ്ട്. 80-ലധികം പേരുടെ മൃതദേഹങ്ങൾ ട്രെയിനിന് പുറത്ത് തന്നെ കണ്ടു. ഏതാണ്ട് അത്രയും അധികം പേരുടെ മൃതദേഹങ്ങൾ ഈ ട്രെയിനിന് ഉള്ളിൽ ഉണ്ടാകാമെന്ന് ദൃക്സാക്ഷി പറയുന്നു. ഏതായാലും നമുക്ക് ദൃക്സാക്ഷിയുടെ ബൈറ്റിലേക്ക് പോയതിനു ശേഷം വാർത്തയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. ट्रेन के अंदर भी जो बिठाए थे वो तो अंदर ही मार रहे थे। अच्छा, ट्रेन के अंदर ही मार दी। 70-80 लाशें पड़ी हुई वहाँ पर। अल्लाह, आप कैसे भागे? हम तो सुबह जाने हुआ वो देखे ट्रेन के अंदर गए तो हम पीछे से भागे। अच्छा, फिर आप कहाँ पर आए? हम एफसी वालों के पास आए, चौकी वहीं स्टेशन पर जाके चौकी पे। टाइम कितना लगा सुबह पहुँचने में यहाँ पर? इधर तो हमें तकरीबन बाकी का 1.5-2 घंटे लगे। 1.5-2 घंटे। अच्छा, चलो ठीक है, अल्लाह ताला खैर करे। ठीक, शादी हॉल में। कहाँ पर? दरबार में സ്റ്റേഷൻ के पास ही ഇവിടെ നിന്ന് ലഭിക്കുന്ന മറ്റൊരു പ്രധാന വിവരം, ഈ ട്രെയിൻ റാഞ്ചിയപ്പോൾ 400 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ പാക് സൈനികരെയും ISIയുടെ ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ ഒഴിച്ച് ബാക്കിയുള്ളവരെയൊക്കെ, സ്ത്രീകളെയും കുട്ടികളെയും ബാക്കിയുള്ള പാസഞ്ചേഴ്സിനെ എല്ലാം തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന പോരാളികൾ മോചിപ്പിച്ചിരുന്നു. ഇവരുടെ കണക്ക് കൃത്യമായിട്ടല്ല എങ്കിൽ പോലും പാക് സൈന്യം ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബന്ദികളെ മോചിപ്പിച്ചു എന്ന് പറയുന്ന ഇവരുടെ കാര്യമാണ്. അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തന്നെ പിടിച്ചപ്പോൾ, അതായത് ട്രെയിൻ റാഞ്ചിയപ്പോൾ തന്നെ പുറത്തു വിട്ടിരുന്ന, ഒഴിവാക്കിയിരുന്ന ബന്ദികളാണ് അവർ. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നത് തങ്ങൾ 100-ലധികം പാക് സൈനികരെ വധിച്ചു എന്നാണ്. 100-ലധികം പാക് സൈനികരെ വധിച്ചു എന്ന വാദത്തിന് കരുത്തു പകരുന്നതാണ് കഴിഞ്ഞ ദിവസം പാക് സർക്കാർ തന്നെ 200-ലധികം ശവപ്പെട്ടികളാണ് കൊറ്റ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. ഏതായാലും വളരെ കുറച്ച് കാഷ്വാലിറ്റി മാത്രം നടത്തി ഈ ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ചു എന്ന് പറയുന്ന പാക് പട്ടാളം എന്തിനാണ് 200-ലധികം ശവപ്പെട്ടികൾ ഈ കൊറ്റയിലേക്ക് കൊണ്ടുവന്നെന്ന ചോദ്യം അവശേഷിക്കുന്നു. ദൃക്സാക്ഷി പറയുന്നതും 80-ലധികം മൃതദേഹങ്ങൾ ട്രെയിനിന് പുറത്തു തന്നെ ചിതറിക്കിടപ്പുണ്ട്. അതിന് ഏറെ മൃതദേഹങ്ങൾ ട്രെയിനിനുള്ളിലുമുണ്ട് എന്നാണ്. ഏതായാലും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ഈ വാദങ്ങൾ പൊളിഞ്ഞ് അടുങ്ങുകയാണ്. ഏതായാലും ബന്ദി നാടകം അവസാനിച്ചു. ആ ഒരു റാഞ്ചികൾ ഏറെപ്പേരും കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതിനിടയിൽ റാഞ്ചികൾ ചാവേർ ആക്രമണം നടത്തിയിരുന്നു എന്നും പറയുന്നു ഈ ട്രെയിനിനുള്ളിൽ. ഏതായാലും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.